എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 10 മണി വരെയുള്ളൊരു കാര്യമാണ് കാണിച്ചു തരുന്നത്. അപ്പം അതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ്, രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അമ്പാടി ഇതിൽ നല്ല ഉറക്കമാണ്. അമ്പാടിക്ക് ഒട്ടും ഇഷ്ടമല്ല പുതപ്പ് ദേഹത്ത് വീഴുന്നത്, പക്ഷെ അവൻ പുതച്ച് മൂടിയാണ് കിടക്കുന്നത്. കാരണം അതുപോലെ തണുപ്പാണ്. അപ്പം ഞാൻ ഫ്രഷായിട്ട് നേരെ ഞാൻ അടുക്കളയിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ അമ്പാടിക്ക് എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വേണമല്ലോ വിടാനായിട്ട്. അപ്പം അതിനുള്ള പണിയിലാണ്. അപ്പം നമുക്കിന്ന് ഗോതമ്പ് പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഴം മേടിച്ചിട്ടുണ്ട്. അപ്പം പുട്ടും പഴവും അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അത് തയ്യാറാക്കാമെന്ന് കരുതി. പുട്ടെന്ന് പറയുമ്പോൾ ചിരട്ടപ്പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതാകുമ്പം ചിരട്ടയുടെ സൈസ് ആകുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. എല്ലാവർക്കും അത്രയും മതി. അപ്പം 3 പുട്ടുണ്ടാക്കിയാൽ മതി. അപ്പം അതിനുള്ള പൊടിയൊക്കെ എടുത്ത് അപ്പം നമുക്ക് പുട്ടുണ്ടാക്കാം. സാധാരണ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ അമ്മയെ നല്ലോണം മിസ് ചെയ്യും. കല്യാണത്തിന് മുന്നേ വരെ അമ്മ നമുക്കെല്ലാം ചെയ്തു തരുമല്ലോ, നമുക്കൊന്നും അറിയണ്ട. ഇനി അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മേനെ ചീത്ത പറയാനും ഓപ്ഷനുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ വിഷമം നമുക്കിപ്പം മനസ്സിലാവും. നമുക്കല്ലേ, എനിക്ക് മനസ്സിലാവും കേട്ടോ. അന്നൊന്നും ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് നമുക്ക് ചീത്ത കേൾക്കുന്നത് എപ്പോഴാണ്? എനിക്ക് നമ്മുടെ പിള്ളേർ വളർന്നു വലുതായി കഴിയുമ്പോൾ അതേ പരാതിയും പരിഭവവും നമുക്കും നമ്മുടെ മക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമുക്കല്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അമ്പാടി ഇനി എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ഒരു പുട്ടെങ്കിലും ഉണ്ടാക്കണം, എന്നാലേ അവന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവനെ നേരത്തെ കൊടുത്തു തുടങ്ങിയാലേ അവൻ അംഗൻവാടി പോണതിന് മുന്നേ കഴിച്ച് തീരത്തുള്ളൂ. സാധാരണ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കണ്ടിട്ടുണ്ട്. മൂത്ത മക്കൾക്ക് ഭയങ്കര പുന്നാരം കൂടിപ്പോയത് കാരണം അവർക്ക് നമ്മൾ വാരി കൊടുക്കണം. അപ്പം വാരി കൊടുത്താലേ കഴിക്കത്തുള്ളൂ. രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ അതിന് ഒരു കുഴപ്പമില്ല. അതിന് നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെത്താൻ അതിൻ്റെ ഇഷ്ടമുള്ളത്ര തിന്നോളും. അത് കറക്റ്റ് കാര്യമാണ് കേട്ടോ. അത് ശരിക്കുമുള്ള കാര്യമാണ്. അപ്പം ഗോതമ്പ് പുട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ എടുത്തു. ഞാനിപ്പോൾ മിക്സിയിൽ ജാറിൽ എന്തിനാണ് ഈ ഗോതമ്പ് പൊടി ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗോതമ്പ് പുട്ടിന് നനയ്ക്കുമ്പോഴേ ഗോതമ്പ് പൊടി കട്ടയായി കിടക്കും. അപ്പം അത് ആവി കയറ്റി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിന്നുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ബുദ്ധിമുട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പം അതിനെന്ത് ചെയ്യും, ഞാനൊരു ചാനലിൽ ഇതുപോലെ കണ്ടതാ, സോഫ്റ്റായി കിട്ടാൻ വേണ്ടി അത് മിക്സിയുടെ ജാറിലിട്ട്, നമ്മൾ ആ കുഴച്ച പൊടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഒറ്റത്തവണ ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിയായിട്ട് കിട്ടും. അത് നമ്മുടെ സാധാരണ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പം. ഇപ്പം ചിരട്ടപ്പുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച ആ ഒരു പൊടി ഞാൻ ചിരട്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടു, പൊടി വീണ്ടും ഇട്ടു. അങ്ങനെ നമുക്ക് ആ പുട്ട് റെഡിയാക്കാം. ഞാൻ എൻ്റെ ചിരട്ടപ്പുട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചതാണ് കേട്ടോ. അതിന് മുന്നേ വരെ ചിരട്ടപ്പുട്ട് ഉണ്ടാകത്തില്ല. സാധാരണ നീളക്കുറ്റിയില്ലേ, അതിൽ പുട്ടുണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്യാനൊക്കെ പഠിച്ചു തുടങ്ങിയത്. വലിയ പ്രയാസമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണേ. അടുക്കളയിൽ കയറിയിട്ടൊന്നും ഇല്ല ഞാൻ പണ്ടൊന്നും. കയറിയിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ മുതൽ എഴുന്നേറ്റ് ഇങ്ങനെ പണിയൊന്നും ചെയ്തിട്ടില്ല. കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ പണിയൊക്കെ എടുത്ത് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. അതിന് മുന്നേ വരെ വീട്ടിലുണ്ടായിട്ടില്ല. കാരണം 2012 മുതൽ നമ്മൾ ജോലിക്ക് പഠിച്ചു കഴിഞ്ഞ് നേരെ ജോലി കിട്ടി. പിന്നെ ഒരു 8 വർഷത്തോളം നമ്മൾ ഹോസ്റ്റലിലായിരുന്നു ജീവിതം. അത് കാരണം നമുക്ക് അടുക്കളയിലൊന്നും കയറേണ്ടി വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ പുട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള കുറുക്കുണ്ടാക്കണം. അപ്പോൾ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് അമൃതം പൊടി കിട്ടും. ആ അമൃതം പൊടിയും പിന്നെ ഏത്തയ്ക്ക പൊടിയും കൂടെ ചേർത്ത് ആ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഓരോ സ്പൂൺ വീതം എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് അവൾക്കുള്ള കുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരടുപ്പയിൽ നമുക്ക് അവൾക്കുള്ള കുറുക്കിനും വയ്ക്കാം. അവൾക്ക് ഓരോ ദിവസവും ഓരോ പൊടിയാണ് കലക്കി ഞാൻ കൊടുക്കാറുള്ളത്. ഇപ്പം ചില സമയത്ത് റാഗി കൊടുക്കും, ചില സമയത്ത് കണ്ണങ്കായ എന്ന് പറഞ്ഞിട്ടൊരു പൊടി കിട്ടും, ആ പൊടി കൊടുക്കും. ചില ദിവസങ്ങളിൽ ഈ 2 പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. എങ്ങനെ കൊടുത്താലും കൊടുക്കും, കഴിച്ചോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേസമയം അമ്പാടിയായ സമയത്ത് അമ്പാടിക്ക് കുറുക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. എന്ത് കൊടുത്താലും അവൻ വാ തുറന്ന് തരത്തില്ല. പക്ഷേ ഇവൾക്ക് അങ്ങനെയല്ല, നമ്മൾ ആഹാരമൊക്കെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും. അപ്പം നല്ലോണം പൊടി വെള്ളത്തിലിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളത് അടുപ്പേ വെച്ചു. ഇനി അത് കത്തിച്ച് കുറുക്കിയെടുക്കണം. അപ്പം അത് നമ്മൾ കൈ വിടാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് അടി കട്ടിയായിട്ട് ഇങ്ങോട്ട് ഇരിക്കും. അപ്പം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കട്ട പിടിക്കില്ല. അത് നല്ലോണം
കുറുക്ക് പരുവത്തിൽ തന്നെ ആയിക്കോളും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, അമ്മമാർക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളേ. അപ്പം അതങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പം നമുക്കത് ആദ്യത്തെ പുട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ പുട്ട്. കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെ കറക്കി എടുത്തില്ലേ, അത് കാരണം പൊടി നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും. ദേ ആയി പറക്കുന്ന നല്ല പുട്ട് കണ്ടോ. അപ്പോൾ ദേ രണ്ടാമത്തെ പുട്ടിനും കൂടെ ഉള്ളത് ചെയ്യാം. അതിനിടയ്ക്ക് ഞാനൊന്ന് കുറുക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗോതമ്പ് പൊടി നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ കട്ട കെട്ടിയാണല്ലോ സാധാരണ ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ ഒരു തവണ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ചൊന്ന് ചെയ്ത് നോക്ക്. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനും ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ്, അല്ലാണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനും നമ്മൾ പണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുമല്ലോ. സോഫ്റ്റ് ആയിട്ടും കിട്ടും, നല്ല പൊടി നമ്മുടെ സാധാരണ അരിപ്പുട്ട് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പുട്ടും ദേ നമ്മൾ അടുപ്പേ വെച്ചു. അപ്പോഴത്തേക്കിനും ദേ നമ്മുടെ ഈ അമ്പാടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. അവന് സാധാരണ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ വേണ്ട കേട്ടോ, പപ്പ എവിടെയെന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത്. എല്ലാ പിള്ളേർക്കും അമ്മമാരെ മതി. ഇവിടെ നേരെ തിരിച്ചാ. പപ്പ എവിടെ അമ്മച്ചി? അപ്പം പപ്പേനെ കണ്ടില്ല. പപ്പേനെ കാണാത്ത കാരണം എന്നോട് പറഞ്ഞു എടുക്കുന്ന് പറഞ്ഞു. അങ്ങനെ അവനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതളും എഴുന്നേറ്റു. ഇതളിനെ പിന്നെ അങ്ങനെ നിർബന്ധവും വാശിയൊന്നും ഇല്ല, നമ്മളെ കണ്ടാൽ മതി. ദേ അമ്പാടി എടുത്തേക്കുന്നത് കണ്ടോണ്ടാട്ടോ അവള് വരുന്നത്. അത് കാരണം അവളെ എടുക്കുന്നു പറഞ്ഞാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ബാ നമുക്ക് പപ്പേനെ തിരക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുടെ സെറ്റിയിൽ അങ്ങനെ ഇരുന്നു. രണ്ടുപേരുടെയും കരച്ചിലൊക്കെ ഒരുവിധം മാറി. അപ്പോഴത്തേനും പപ്പ വന്നു. അവരെ പിന്നെ പപ്പയുടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോയത്. അപ്പം അങ്ങനെ നമ്മുടെ 2 പുട്ടും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കണം. അപ്പോൾ രാവിലെ കോഫിയാണ് കുടിക്കുന്നത്, ബ്രൂ. എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴേ ബ്രൂ കോഫിയൊക്കെ കുടിക്കാറുള്ളൂ. നമ്മൾ ചായ കുടിക്കുമ്പോഴേ ഒരു പഞ്ചസാര ഉപയോഗിച്ചിട്ടാണല്ലോ കുടിക്കുന്നത്. ആ പഞ്ചസാര നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. എനിക്ക് നല്ല വണ്ണം വെച്ചുകൊണ്ടിരുന്നതാണേ. ഇങ്ങനെ ഞാൻ ഷുഗർ കട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം എൻ്റെ വണ്ണമൊക്കെ നല്ലോണം മാറി. ഇപ്പം നോർമലായിട്ടുണ്ട്. മറ്റേത് തടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനും പല യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ കണ്ടതാണ്, അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അതെന്തായാലും സക്സസ് ആയി. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മതി. ഫുഡ് കുറച്ച് ഷുഗർ കട്ടും ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണേ കോഫി ഉണ്ടാക്കിയത്. അപ്പോഴതേ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയതുകൊണ്ട് ഞാൻ ഇതളിനോട് പറഞ്ഞു പോയി പല്ല് തേക്കാൻ പറഞ്ഞു. അങ്ങനെ പപ്പയും ഇതളും അമ്പാടിയും പല്ല് തേക്കാൻ പോകുന്നതാണ്. നമ്മൾ എപ്പോൾ ബ്രഷ് എടുത്തു കഴിഞ്ഞാലും അവൾക്കും ബ്രഷ് ചെയ്യണം കേട്ടോ. അതെ ആദ്യത്തെ ട്രിപ്പുള്ള ബ്രഷ് ഷേപ്പാണത് ഇതള്. ഇതിപ്പോൾ ഇവർ മൂന്നുപേരും ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതളിന് ബ്രഷ് വേണം. അത് ഞാനെന്നല്ല, അത് ആര് ബ്രഷ് ചെയ്യാൻ പോയാലും അവൾക്ക് ബ്രഷ് വേണം. അങ്ങനെയാണ്. മൂന്ന് പേരൂടെ ഇന്ന് കഥയൊക്കെ പറഞ്ഞ് പല്ല് തേക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. നമ്മുടെ മൂന്നാമത്തെ പുട്ടും റെഡിയായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും. അതൊരു അസുഖമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തുടച്ചോ, എനിക്ക് ഇഷ്ടമല്ല ഒരു തരി പൊടി പോലും അവിടെ അങ്ങനെ കിടക്കുന്നത്. ഞാൻ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇതാക്കിയിടും. എന്നിട്ട് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഇതളിനുള്ള കുറുക്ക്, അവർക്കുള്ള അമ്പാടിക്കും വിശാഖേട്ടനും ഒക്കെയുള്ള ഫുഡും എടുത്ത് വെച്ച് കൊടുത്തു. ഇതളിൻ്റെ പാമ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ നിക്കറൊക്കെ ഇടിയിപ്പിക്കുക. അപ്പം ഇനി അടുത്ത ടാസ്ക് വലിയൊരു ടാസ്ക്കാണ് ഈ പോകുന്നത്. പുട്ട് പഴവും അമ്പാടിക്ക് കൊടുക്കാൻ പോവാം. ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും എടുക്കും അത് കഴിച്ച് തീർക്കാനായിട്ട്. അത് വലിയൊരു പണിയാട്ടോ. ആ കഴിക്കണ സമയത്ത് ഞാനും അമ്പാടി നല്ല ഇടിയാണ്. അവൻ ഈ കഴിച്ചിട്ട് ഇവനെന്ത് ചെയ്യും, നമ്മൾ വായിൽ വാരി കൊടുക്കും, അത് അവൻ അങ്ങനെ കവിളിൽ കൂട്ടിയിട്ടേക്കും. അപ്പം കവിളിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവൻ ചവയ്ക്കൂല, അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യും, കവിളിനിട്ട് ഓരോ കുത്തു കൊടുക്കും. അതേ കണ്ട അവൻ്റെ ഒരു കവിള് വീർത്തിരിക്കുന്നുണ്ടാ. കഴിച്ച് അവൻ്റെ മടിയിൽ കയറിയിരുന്നു കണ്ട. ഒന്ന് സ്നേഹിച്ചൊന്ന് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി ആ മടിയിലൊക്കെ കയറിയിരുത്തി കൊടുക്കുന്നത്. എന്നാലും ചവയ്ക്കൂല, അങ്ങനെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കും. അതേസമയം കണ്ട അവള് മേടിച്ച അവിടെ ആവശ്യത്തിന് അവള് കഴിച്ചും കഴിഞ്ഞ് പപ്പയുടെ കൂടെ പോയിരുന്ന് കളിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ്
കഴിച്ച് ഇതളിനും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്പാടി കഴിപ്പിച്ച് തീർത്തതിന് ശേഷം ഞാൻ ദേ ഇതളിനും കുറുക്ക് കൊടുത്ത് അവൾക്കും കുറുക്ക് കൊടുത്ത് അവൾ കഴിച്ചോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. രണ്ടുപേർക്കും കഴിക്കാൻ കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ആ പുട്ടുണ്ടാക്കിയ കുക്കറില്ലേ, നമ്മൾ ചിരട്ടപ്പുട്ടുണ്ടാക്കിയ കുക്കർ, അതിൽ തന്നെ ഞാൻ വെള്ളം കുളിപ്പിക്കാനായിട്ട് ഞാൻ വെക്കാൻ പോവാണേ. വേറെ പാത്രമൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, മടിയാ. ഒന്നാമത് കഴുകാൻ മേല, മടിയാ. അപ്പം പിന്നെ എന്തായാലും ആ പാത്രം അടുപ്പ് വെച്ചല്ലേ, അതിൽ തന്നെ നമുക്ക് കുളിക്കാനുള്ള വെള്ളം കൂടെ വെക്കാം. അത് 2 പേർക്കുള്ള വെള്ളം, ഇതളിനും അമ്പാടിക്കും കൂടെ ഉള്ള വെള്ളമാണേ. ഒറ്റയടിക്ക് ഒരു പണി ഞാൻ കഴിയാലോ. 2 പേർക്കും കുളിക്കാൻ വെള്ളം വെച്ചിനി. ഞാൻ പോയി പല്ല് തേക്കട്ടെ. ഞാൻ ദേ പല്ല് തേക്കാൻ വന്നു. ബ്രഷൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ചോണ്ടിരിക്കുക. എൻ്റെ പല്ല് തേപ്പ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ വിശാഖേട്ട ഒരു പരിപാടിയിലാണ്. അവർ രണ്ടുപേരും TV വെച്ച് കൊടുത്തിട്ടുണ്ട്, കാർട്ടൂൺ. കാത്തു അത് കണ്ടങ്ങ് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല, വഴക്കൊന്നുമില്ല. രണ്ടുപേർക്കും ഇഷ്ടമാണ് കാർട്ടൂൺ കാണാനായിട്ട്. കാത്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കഥാപാത്രം പറഞ്ഞു തരും കേട്ടോ നമുക്ക്, ഇന്നാൾ ഇന്നാളാണെന്നൊക്കെ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് കുളിപ്പിക്കാനുള്ള ചടങ്ങാണ്. കുളിപ്പിക്കാൻ ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വിശാഖേട്ടനൊരു പരിപാടിയിലാണ്. ഇതളും അമ്പാടിയും കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടേക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അത് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. കാത്തുവാണ് കാണുന്നത്. രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു കാർട്ടൂണാണ് കാത്തു. കാത്തുവിൻ്റെ എല്ലാ പാർട്ടും കണ്ട് ശീലമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ദേ നമ്മളിനി റൂമിൽ വന്നു. ബെഡ്ഷീറ്റൊക്കെ കിടക്കുന്ന കോലം കണ്ട, കർട്ടനൊക്കെ പൊക്കി വെച്ചു. ഇനി ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കണം. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അമ്പാടിനെ കുളിപ്പിക്കാൻ പോകണം. തണുപ്പായത് കാരണം ഒത്തിരി ബെഡ്ഷീറ്റുണ്ട്. 2 ബെഡ് കൂട്ടിയിട്ടാണ് കിടക്കുന്നത്. ഈ 2 ബെഡ് കൂട്ടിയിട്ട് കിടന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് സ്ഥലമില്ലെന്ന് പറയാൻ കാരണം അമ്പാടി ഇതളും രാത്രിയിൽ നല്ല ഉരുളലാ. ഒരു സൈഡിൽ നിന്ന് ഉരുളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ഥലമില്ല. ഞാൻ ഒരിത്തിരി കോലം മൂലയ്ക്കാണ് കിടക്കുന്നത് തന്നെ. ദേ നമ്മുടെ ബെഡ്ഷീറ്റെല്ലാം മടക്കി ഇനി അത് എടുത്ത് വെച്ചിട്ട് വേണം അമ്പാടിയെ കുളിപ്പിക്കാൻ. അമ്പാടി ദേ കുളിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ക്യാമറ കണ്ടാൽ ഭയങ്കര നാണമാണ്. ഞാൻ പറഞ്ഞു ദേ നാണിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എണ്ണ തേച്ച് കൊടുക്കാൻ പോവാം. എണ്ണയൊന്നും ഡെയിലി തേക്കത്തില്ല, ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാറുള്ളൂ. എപ്പോഴും ജലദോഷവും പനിയും. അപ്പം ദേ ഒത്തിരി ദിവസമായി തലയൊക്കെ നനച്ച് കുളിപ്പിച്ചിട്ട്. അപ്പം പിന്നെ എണ്ണ തേച്ച് കുളിപ്പിക്കാമെന്ന് കരുതി. എന്തുമായാലും വീഡിയോ എടുക്കും, എന്നാൽ പിന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാമല്ലോ എന്ന് കരുതി ദേ എണ്ണയൊക്കെ തേച്ച് കൊടുക്കും. ഇഷ്ടമല്ല കേട്ടോ എണ്ണ തേക്കുന്നതൊന്നും. മുഖത്തൊക്കെ ഒരു തുള്ളി എണ്ണ വീഴുന്നതേ ഇഷ്ടമല്ല. അപ്പം എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും. ഇന്നിപ്പോൾ ഫോൺ വെച്ച് കൊടുത്തേക്കുന്ന കാരണമാണ് വഴക്കൊന്നും ഉണ്ടാക്കാത്തത്. അടങ്ങി നിൽക്കുന്നുണ്ടാ. ഞാൻ പറഞ്ഞ ക്യാമറ കിട്ടുന്നല്ലടാ പൊന്നെ, കയറി നിന്നോ കസേരയിലെന്ന് പറഞ്ഞ്. അവനെ കസേരയിലൊക്കെ കയറി നിന്നു. അവൻ്റെ കയ്യിലും കുറച്ച് എണ്ണ കൊടുത്ത് അവനും ദേഹത്തൊക്കെ തേക്കുന്നുണ്ട്. ഇനി കുളിക്കാനൊന്നും മടിയില്ല കേട്ടോ. ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞതേ എൻ്റെ പപ്പ അവനെ റെഡിയാക്കി. എൻ്റെ മുഖത്തൊക്കെ വെള്ളപ്പാടുണ്ടേ. അപ്പം അതിനു വേണ്ടി വൈറ്റമിൻ്റെ മരുന്ന് കൊടുത്തു. അവനെ അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി കളിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇനി അംഗൻവാടി പോകുന്ന ചടങ്ങാണ്. ടാറ്റയൊക്കെ തന്നതേ. ഇന്ന് നല്ല വെയിലാട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴക്കാരായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് ഇറങ്ങുക. തന്നെത്താനെ പോയി ഗേറ്റൊക്കെ തുറക്കാൻ പറഞ്ഞപ്പോൾ തന്നെത്താനെ ഗേറ്റൊക്കെ തുറന്ന്. ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പം അംഗൻവാടി പോകാൻ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, അംഗൻവാടി പോകണ്ട എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ചോദിക്കും, അമ്മച്ചി അംഗൻവാടി പോകണോ ഇന്ന്? അപ്പം പോകണ്ട. ഞായറാഴ്ചയൊക്കെ ചോദിക്കും കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പം, ഇന്ന് പോകണോ അമ്മച്ചി അംഗൻവാടിയിൽ? അപ്പോൾ പോകണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ പോകണതിന് മടിയെന്നൊന്നുമില്ല. അവനെ വിശാഖേട്ടൻ കൊണ്ടാക്കാൻ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ബാഗ് താഴെ പോയി. താഴെ നിന്ന് എടുത്ത് കുടിച്ചു. ഇനി ഞങ്ങൾക്ക് ടാറ്റ തരാൻ പറഞ്ഞപ്പം പറയും മേളിൽ പോയിട്ട് ടാറ്റ തരാമെന്ന്. ആ റോഡിൻ്റെ മേളിൽ പോയിട്ട് ടാറ്റ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ യാത്രയാക്കി. ഇനി ഇതളിനെ കുളിപ്പിക്കണം. അതിനുശേഷം എനിക്ക് ഫുഡ് കഴിക്കണം. ചിലപ്പം ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമേ അവളെ കുളിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയം നമ്മുടെ വീടിന് തൊട്ടടുത്താട്ടോ അംഗൻവാടി.
ദേ അങ്ങ് ആ സൈഡത്തിൽ നിന്ന് ടാറ്റ ഇരുന്നുണ്ടോ, ടാറ്റ എന്നാട്ട് അവര് പോയി. ഇനി ദേ ഇതള് കുളിച്ച് കഴിഞ്ഞ് വന്നു, അവളെ കുളിപ്പിച്ചു. കണ്ട കുളിപ്പിച്ച് ദേ ഞാൻ പറഞ്ഞ പോയി റെഡി ആക്കിയ പപ്പ എടുത്ത് പോയിട്ട് ഞാൻ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ. ഓക്കെ. ബൈ.